ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മട്ടൻ കറിയാണ് വെക്കാൻ പോകുന്നത്. സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് നോക്കുന്നത്. അതിനായിട്ട് ഇവിടെ ഞാൻ 1 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതായിട്ട് 3-4 തവണ കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് എടുത്തിട്ട് നല്ലതായിട്ട് കഴുകി എടുത്ത് മാറ്റി വെക്കുവാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉള്ളി എടുക്കണം. ഞാനിവിടെ 3 മീഡിയം സൈസ് സവോളയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടത്തെ സ്ലൈഡ്സായിട്ട് അരിഞ്ഞതാണ് ഞാൻ ഇടുന്നത്. കുറച്ച് ഉള്ളി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കടുക് വറുക്കാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിനുള്ള ഉള്ളി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത്, ഞാൻ ചതച്ചതാണ് ഇട്ടത്. പേസ്റ്റായിട്ടുള്ളവർ ഇടാം. ഞാൻ ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ടിരിക്കുന്നത്. അതും ഇട്ടിട്ട് പിന്നെ അതിലേക്ക് തക്കാളി, പിന്നെ പച്ചമുളക്. ഞാൻ പച്ചമുളക് ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു വലിയ സൈസ് തക്കാളിക്കയാണ് അരിഞ്ഞെടുത്തത്. എല്ലാം ചെറിയ രീതിയിലാണ് ചോപ്പ് ചെയ്തെടുത്തത്. പിന്നെ ഈ മസാലക്കൂട്ടുകളാണ് ഞാൻ ഇടാൻ പോകുന്നത്. കാണുന്ന ബിരിയാണി ടൈപ്പിൽ എന്തൊക്കെയോ മസാലകളുണ്ട്, അതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ പാകത്തിന് എന്താ രുചിക്കനുസരിച്ച് ഇടുക. ഞാൻ അതുപോലെ ഇവിടെ 3-4 എല്ലാം 4-5 വിധമായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് ഇതിലേക്ക് മുളക് പൊടിയാണ്. ഫസ്റ്റ് നോർമൽ മുളക് പൊടി, പിന്നെ അത് കഴിഞ്ഞ് മല്ലിപ്പൊടി, അത് കഴിഞ്ഞ് മഞ്ഞൾ പൊടി, അത് കഴിഞ്ഞിട്ട് കാശ്മീരി മുളക് പൊടിയും ഇടുന്നുണ്ട് ഇതിൽ കളറിനും. പിന്നെ ഒരു നല്ല കളർ വരാൻ വേണ്ടിയിട്ടാണ്. അതനുസരിച്ചാണ് നമ്മൾ സാദാ മുളക് പൊടി കാശ്മീരി ഇടുന്നതിൻ്റെ അനുസരിച്ച് നമുക്ക് അത് വേണമെങ്കിൽ അത് രണ്ടും ഈക്വൽ ആക്കാം. അല്ലെങ്കിൽ ഈ മുളക് പൊടി കുറച്ച്, സാദാ മുളക് പൊടി കുറച്ചിട്ട് കാശ്മീരി കൂടുതലും ഇടാം. പിന്നെ ഈ ജീരകപ്പൊടി ഉണ്ടെങ്കിൽ ഈ ജീരകപ്പൊടി ഇടുക. ഞാനിവിടെ ചതച്ചതാണ് ജീരകം ഇട്ടിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് ഇനി അതിലേക്ക് കരിവേപ്പില, നല്ല കഴുകിയ ഒരു തണ്ട് കരിവേപ്പിലയാണ് ഞാൻ ഇടുന്നത്. അതിലേക്ക് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നാട്ടിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നെങ്കിൽ അത് ഉപയോഗിക്കാം. ഈ മട്ടന് ഒരു ഇച്ചിരി എണ്ണ കൂടുതൽ വേണം, അതനുസരിച്ചാണ് ഞാൻ ഒഴിക്കുന്നത്. അതിനകത്ത് തന്നെ ഒഴിച്ചിട്ട് പിന്നെ അത് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളമെന്ന് പറഞ്ഞാൽ നിറച്ചൊഴിക്കുന്നില്ല. അതിന് പാകത്തിന് ഒരല്പം, കാരണം എണ്ണയുണ്ട്, പിന്നെ ഈ മട്ടനകത്തു നിന്നും വെള്ളം ഇറങ്ങുന്ന കാരണം അതിനനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചേ ഉള്ളൂ. ഇതെല്ലാം കൂടി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഞാനിവിടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുവാണ്. നല്ല എല്ലായിടത്തും പിടിക്കണം, മസാലക്കൂട്ടുകളെല്ലാം എല്ലായിടത്തും പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ മസാലക്കൂട്ടൊക്കെ പിടിച്ച് ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാം. ഞാൻ ആദ്യം ഒരു 11 വിസിൽ വെച്ചിട്ടും അതായില്ല. സോ ഞാൻ മൊത്തത്തിൽ ഒരു 15 വിസിൽ വെച്ച്, ആദ്യത്തെ 2 വിസിൽ വന്നിട്ട് ഹൈ തീയിൽ വെക്കണം. പിന്നെ അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടായാലും മതി. ബാക്കി വെച്ചിട്ട് അങ്ങനെ നമ്മുടെ ഇവിടെ മട്ടൻ കറി ഇവിടെ നല്ല ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ഇടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കാഷ്യൂസ് ഒരു 10-15 കാഷ്യൂസ് ഞാൻ ചൂടുവെള്ളത്തിൽ 10 മിനിറ്റോളം വെച്ച് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് അരച്ച പേസ്റ്റാണ് ഇടുന്നത്. കാഷ്യൂവിൻ്റെ ആ ടേസ്റ്റ് കിട്ടുമ്പം നല്ല ടേസ്റ്റാണ് മട്ടൻ കറിക്ക്. അത് കാഷ്യൂവിൻ്റെ അത് ഇട്ടിട്ട് പിന്നെ ഗരം മസാലയാണ് ഇടുന്നത് ഒരു അല്പം, കാരണം നമ്മൾ ഓൾറെഡി മസാല കൂട്ടുകൾ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേസ്റ്റിന് ഇച്ചിരി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗരം മസാല ഇടുന്നത്. ഒരു 1/2 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. അങ്ങനെ അത് ഇപ്പം നമ്മൾ ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട്, വെള്ളം ഇത്രയും മതിയോ ഇനി വേണോയെന്ന് നോക്കിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അത് തിളപ്പിക്കാം. അവിടെ തിളച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കടുക് വറുക്കാം. കടുക് വറുക്കാൻ വേണ്ടിയിട്ട് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ എടുത്തു. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കടുക് പൊട്ടിച്ച് കഴിഞ്ഞോടെ വറ്റലും മുളകും ഉള്ളിയും പിന്നെയും കരിവേപ്പിലയും ഇട്ടിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുവാണ്. ഇത് നല്ലതായിട്ട് വഴണ്ടി വരുന്നിടം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ആ വഴറ്റി നല്ല രീതിയിൽ വഴണ്ടി വന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് നമ്മുടെ ഈ കറിയിലോട്ട് ഇടാനും. എൻ്റെ വഴണ്ടി വന്നിട്ടുണ്ട്, നമ്മളിത് കറിയിലോട്ട് ഇടുവാണ്.
ഇനി അതിലേക്ക് ഇത് നമ്മൾക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് വേണം. ഇനി അതിലേക്ക് ലാസ്റ്റായിട്ട് ഇടാൻ പോകുന്നതാണ് നമ്മുടെ കൊത്മീര്, മല്ലിയില. സോറി, ഞാനത് തെലുങ്കിൽ പറഞ്ഞു പോയതാണ്. തെലുങ്കിൽ കൊത്മീർ എന്നാണ് പറയുന്നത്. മല്ലിയിലയാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത്. അങ്ങനെ ആ മല്ലിയിലയും ചേർത്തിട്ട് അങ്ങനെ നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല നിങ്ങൾക്ക് ചോറിലോ ബിരിയാണിയിലോ എന്ത് വേണമെങ്കിലും കഴിക്കാൻ. ഞങ്ങളിവിടെ കപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്. കപ്പ ഉണ്ടാക്കി അതിലേക്കാണ് കഴിക്കുന്നത്. നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് വരുന്നു. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യണം. അങ്ങനെ കപ്പയും മട്ടൻ കറിയായിട്ട് ഞങ്ങൾ കഴിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.